ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫിംഗേഴ്സുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാനൊരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനൊരു കുക്കറിലിട്ടാണ് വേവിച്ചത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്തിട്ടുള്ള കാരണം നന്നായിട്ട് ഉടഞ്ഞു വരും. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 കറിവേപ്പില തണ്ടാണ് എടുത്തേക്കണത്. പിന്നെ കുറച്ച് മല്ലിയില അതും കൂടെ ഇട്ട് കൊടുക്കാം. അതും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടി, അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ആയാലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമ്മുടെ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ഒത്തിരി വെള്ളമയം കാണരുത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു ലൂസായ പോലെയാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണും കൂടെ ഞാൻ ഇടുവാണ്. ഒത്തിരി വെള്ളമയം ഇരുന്നാലും നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് നന്നായിട്ട് ക്രിസ്പായിട്ട് വരികയില്ല. ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്രയും മതിയാകും. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ ചെറിയ ഫിംഗേഴ്സായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പ് നമ്മുടെ കയ്യിൽ രണ്ടിലും കുറച്ച് എണ്ണ തടവുക, അല്ലെങ്കിൽ നമ്മുടെ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഓരോരോ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഫിംഗേഴ്സായിട്ട് തന്നെ എളുപ്പത്തിൽ ഷേപ്പായിട്ട് വരും. എണ്ണ പറ്റിയ കാരണം നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ ഫിംഗേഴ്സ് നല്ല ഷേപ്പായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തേക്കണത്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുത്താൽ മതി. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ എണ്ണ പുരട്ടി കൊടുക്കുക. നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അത് നേരത്തെ പറയാൻ മറന്നുപോയി. നമുക്കിനി നമ്മുടെ മാവ് എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അത്രയ്ക്ക് എരിവ് ഇഷ്ടമല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് വലിയവർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഞാൻ മുളക് പൊടി ചേർത്തേക്കണത്. ഇപ്പം എന്താ, നമ്മുടെ ഫിംഗേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. ഇനി നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മുടെ തീ എപ്പോഴും ഒരു
മീഡിയം ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക. ഒത്തിരി അങ്ങ് ചൂടായി പോകരുത്, അപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും എണ്ണ എപ്പോഴും ഒരു മിതമായ ചൂടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോരോ ഫിംഗേഴ്സായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ അങ്ങ് ഇളക്കരുത്, കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൈഡ് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ? ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി പൊട്ടറ്റോ ഫിംഗേഴ്സും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മുമ്പേ നമ്മൾ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം. തീ ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയാൽ നിറയെ എണ്ണ കുടിക്കും. അപ്പോൾ തീ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് നല്ല ക്രിസ്പി ആയി കിട്ടത്തില്ല. തീയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പം നമ്മുടെ ഈ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം എന്താ നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.